പേഷ്യനും മാമിനെന്താ കൊണ്ടുവന്നേ നോക്കിക്ക്. ഹലോ ഹാപ്പി ബർത്ത്ഡേ. Happy birthday to you. Happy birthday to you. Happy birthday dear Devu. Happy birthday to you. മോളെ ഫറ ഡോറ് പോയി തുറന്നേ. മോനെ നിന്റെ യൂണിഫോം എന്തിയേ? അമ്മ അഴുക്ക് പറ്റുമ്മ. അപ്പോൾ ദൈവം അവൻ്റെ കുപ്പായാണ്. ആണോ? എന്നാ മോൻ പോയി കുളിച്ചിട്ട് വായോ, ഉമ്മ ചായ എടുത്ത് വെക്കാം. ഓ അമ്മ. ആ എടാ ഇത് മറ്റേ 26 ഫ്ലോറിനകത്ത് ചെക്കനല്ലേ? മേയോ ആണോ? പിന്നെ അവരുടെ വീട്ടുകാരെ അറിയിക്കണ്ടേ ഇത്? വാ വാ പോവാം. വാ പോ. മോളെ ഉമ്മേനെ ഒന്ന് വിളിച്ചേ. അല്ല മോൻ താഴെ. മോനകത്തുണ്ടല്ലോ. ചേച്ചി നാളത്തേക്കോ താഴെ എന്താ കാര്യം? നമുക്ക് താഴെ പോയി സംസാരിക്കാം. മെഹു മെഹു മോനെ മെഹു മെഹു മോനെ മെഹു മെഹു Hey guys, check it out. Our best friend is here. നിന്നെ കുറിച്ച് ഇപ്പൊ പറഞ്ഞേയുള്ളൂ. നീ വന്നില്ലായിരുന്നു ഷോക്ക് വേനട്ടാ. ബഡി എവിടെയായിരുന്നു നീ? നിന്നെ വെയിറ്റ് ചെയ്തിരിക്കണായിരുന്നു ഞാൻ. ഗൈസ് പ്ലീസ് ഒന്ന് വെറുതെ വിട്. നിങ്ങളുടെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? Why do you guys always pick on me? ഒരു ഫണ്ണിന് എടുക്കണ്ടാ. അതെ, സ്റ്റോപ്പ് ബീയിങ് സച്ച് എ ബേബി മാൻ. ഇതൊക്കെ ഒരു അതിന്റെ ഇതിലങ്ങ് എടുക്ക് നീ. Students, please be seated. ഇതാണ് നമ്മൾ ഇന്നലെ പഠിച്ച ഇക്വേഷൻ. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. നീ പേടിക്കണ്ട, ഒരു ദിവസം എനിക്ക് എന്നെ കിട്ടും. നീകൽ ഇന്നല്ലേ ഇരിക്കും. പടി എവിടെയായിരുന്നു നീ? ഇങ്ങോട്ടൊന്നും നീ വന്നല്ല.
നടക്കാട് അകത്തോട്ട് ഇറങ്ങണം. വേണം നീയൊക്കെ അവിടെ തന്നെ ഒന്നു ആരെയും വരണ്ടാ നോക്ക്. പ്ലീസ് വിട്. നീയാ എന്തായി എവിടെ പോയിച്ച്? ഇവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് തന്നെയായിരുന്നു. ഇരിക്ക്. ആ എന്താ പരിപാടി? നീ അതിന് പോന്നിട്ടാണോ? ഇല്ല, എനിക്കൊരു വർക്ക് ഉണ്ട്, ഞാൻ അത് കഴിഞ്ഞ് പോന്നുള്ളൂ. ഫയൽസ് കോപ്പി ചെയ്തോണ്ടിരിക്കുക. അത് ശരി. ജ്യൂസാ എന്താണ് പിടിക്ക്. ഇതെന്താ നീ ന്യൂസ് ഒന്നും കാണാത്ത ആള്, എന്താ ഇത് വെച്ചോണ്ടിരിക്കണ നീ? നീ അറിഞ്ഞില്ല അപ്പൊ ഇത്? എന്താണ് ഇത് സംഭവം? എന്താ ഒരു ഇറക്കം സൂയിസൈഡ് ചെയ്താണ്. ആ എവിടെയായിരുന്നു സംഭവം? സംഭവം എറണാകുളത്ത് വെച്ചായിരുന്നു. എനിക്ക് അവിടെ തന്നെ വർക്ക് കിട്ടിയത്. അത് ശരി. അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി നടന്നുകൊണ്ടിരിക്കായിരുന്നു, അതിന്റെ ഇടക്കാണ് ഈ സംഭവം. കാരണം എന്താണെന്നല്ലോ പറയണ്ട ന്യൂസിൽ. ന്യൂസുകാര് പറയണത് എന്തോ റാഗിങ്, എന്തോ സ്കൂളിൽ എന്തോ റാഗിങ് എന്തോ ഇതൊക്കെ ഉണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്തെന്ന് പറയുന്നുണ്ട്. നമുക്കറിയില്ലല്ലോ എന്താ സത്യാവസ്ഥയാണ്. ഇപ്പൊ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. എടാ പിന്നെ ടീച്ചറും സ്റ്റുഡൻസും ഒന്നും പറഞ്ഞില്ലടാ ഇതിനെ പറ്റിയൊക്കെ ആരെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നണ്ട. പിന്നെ നമ്മുടെ അല്ലേ സ്കൂള്. അതും ശരിയാണ്. പിന്നെ ന്യൂസിൽ പറയണത് ടോയ്ലറ്റിൽ അതും ഇതൊക്കെ ചെയ്യിപ്പിച്ചെന്ന് അതിനകത്ത് പറയണം. ഓ നമുക്കും കുറെ റാഗിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇതൊരുമാതിരി ഭയങ്കര ബ്രൂട്ടലായി പോയി. പിന്നെ എല്ലാവർക്കും റാഗിങ് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്ന് തോന്നണല്ലോടാ. പിന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ടായില്ല കുറച്ച് പിള്ളേര്. അത് ശരിയാണ്. അന്ന് എപ്പോഴും സ്കൂളുകാർ അവരുടെ പേര് നിൽക്കാൻ നോക്കിയിട്ടുള്ളു. ഇതുവരെയായിട്ട് റാഗിങ്ങിന് വേണ്ടി ഒരു ആക്ഷൻ പോലും എടുത്തിട്ടില്ല. എടാ സി, ഇതിപ്പോ അവരുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണം. അതുകൊണ്ട് സ്റ്റുഡൻസും പാരന്റ്സും മാനേജ്മെന്റ് പറയണ കേൾക്കുള്ളൂ. ഇതിപ്പോ അവൻ സൂയിസൈഡ് ചെയ്തുകൊണ്ട് മാത്രം പറയണല്ല, അവനിപ്പോ ഫൈറ്റ് ബാക്ക് ചെയ്താലും what they did to him was a crime, right? And they should be punished. ഒന്നുമില്ല, പൊളിറ്റിക്കൽ പവറും മണി ഉണ്ടെങ്കിൽ മാത്രമേ എന്തും നടക്കൂ. ശരിയാണത്. എടാ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങളവിടെ അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അത്ര നേരം ആഘോഷിച്ച എന്തൊരു ചിരിയും കളിയായിരുന്നെന്നറിയോ. ആ ഒരു സെയിം ടൈമിലാണ് ഈ സംഭവം നടന്നത്. അപ്പൊ ആ കൊച്ചിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രോമ ആയിരിക്കൂലേ അത്? നീ ഒന്ന് ആലോചിച്ച് നോക്കി. ആ കൊച്ചിന്റെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അവൻ എന്തോരം അനുഭവിച്ചിട്ടുണ്ടാവും. അവന്റെ ലൈഫ് തന്നെ എൻഡ് ചെയ്യണമെന്ന് തീരുമാനിക്കണമെങ്കിൽ അവൻ എന്തോരം അനുഭവിച്ചിട്ടായിരിക്കും. അവന്റെ മുന്നിൽ 2 ചോയ്സ് ഉണ്ടെന്ന് അവന് ചിന്തിച്ചിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ